ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, ഈ വീട്ടുടമസ്ഥൻ എവിടെ? ആ നിൽക്കുന്ന ആളാ. അതോ? എന്താ സാർ, പ്രകാശേട്ടാ, ഞാൻ വെക്കേട്ടോ. ഓ, അപ്പുറത്ത് സുചിത്രയുണ്ട്, അവളെ കൊടുത്താൽ മതി. പ്രകാശേട്ടാ, ഇതാരാ? ചേച്ചിയുടെ. ഓ, അപ്പുറത്ത് ചെന്നാ മതി, അവിടെ ഫുഡ്. ഇതിനകത്തൊരു പിണ്ണാക്കില്ലല്ലോ. ആ ഫുഡ് വേസ്റ്റായി. എവിടെ നിന്ന് വരുന്നത്? നിന്നേ, എല്ലാവർക്കും കൊടുത്താ? എന്താ മോനെ, പായസം കൊള്ളില്ലേ? നീ എന്താ ആലോചിക്കുന്നേ? ഈ പായസത്തിന് അച്ചമ്മ ഉണ്ടാക്കുന്ന പായസത്തിന്റെ അതേ രുചി. അച്ചമ്മ ഉണ്ടാക്കുന്ന പായസത്തിന്റെ രുചിയോ? നിനക്ക് എന്താ വട്ട് പിടിച്ചോ? ഇവരെന്തോ ഈ പറയുന്നേ? എവിടെയുള്ള ആരോ പായസം വെച്ചതിന് ചന്ദ്രിയാമ്മ ഉണ്ടാക്കുന്ന പായസത്തിന്റെ രുചി എങ്ങനെ ഉണ്ടാകും? നിനക്കിതൊക്കെ തോന്നുന്ന മോനെ? അല്ല, ഇത് ചന്ദ്രിക അച്ചമ്മ വെച്ച പായസം തന്നെയാ. ഗോകുല് വെറുതെ അങ്ങനെ പറയില്ലല്ലോ. വാമേ. അതെ, ഇത്തിരി പായസം ഇങ്ങെടുത്താട്ടെ. തരാം. എന്താ മാഡം, പായസം വേണോ? വേണ്ട. പിന്നെന്താ വേണ്ടത്? ഏയ്, ഒന്നുമില്ല. ഈ സന്തോഷമൊന്നും കാണാൻ പ്രകാശേട്ടന്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ. കുഞ്ഞേ, പാലുകാച്ചൽ ചടങ്ങ് തുടങ്ങാൻ സമയമായി. ഗ്രഹദാസൻ എവിടെ? ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. അതെ, ഈ വീട്ടുടമസ്ഥൻ എവിടെ? ആ നിൽക്കുന്ന ആളാ. അതോ? എന്താ സാർ, പ്രകാശേട്ടാ, വാ. അച്ഛാ, ഇത്ര കാലം എവിടെയായിരുന്നു? അമ്മ എവിടെ? സാർ, ഞാൻ കാറ്ററിംഗ് സെക്ഷന്റെ മാനേജരാ. ഫുഡ് എല്ലാം റെഡിയായി. സാറ് പറഞ്ഞാൽ മതി, ഭക്ഷണം വിളമ്പാം.
അടുപ്പ് കത്തിക്കാൻ പ്രകാശിന്റെ പെറ്റമ്മ ഇല്ലാത്ത സ്ഥിതിക്ക് അമ്മായി അമ്മയായ ജഗദമ്മ തന്നെ കത്തിക്കണം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞാൻ കത്തിച്ച പെറ്റമ്മയ്ക്ക് പകരമാവോ തിരുമേനി? ആ, അതൊരിക്കലും ആവില്ല. പെറ്റമ്മയ്ക്ക് പകരം പെറ്റമ്മ മാത്രമേ ഉള്ളൂ. എന്നാലും അമ്മായി അമ്മ കത്തിച്ചാൽ അതുകൊണ്ട് അനിഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാം കാണുന്നവനാണല്ലോ വിഘ്നേശ്വരൻ. ആ, ഗണപതി ഹോമം ക്ഷേത്രത്തിൽ നടത്താൻ മറക്കണ്ട. ഇല്ല. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നിനക്കിപ്പോ എന്താ വേണ്ടത്? അച്ഛനും അമ്മയും ഇവിടെ വന്ന സ്ഥിതിക്ക് അവരെ കൂടി ഈ ചടങ്ങിന് ക്ഷണിക്കണം. ഇല്ല, ക്ഷണിക്കില്ല. കാറ്ററിംഗ് വേഷത്തിൽ കെട്ടിയെടുത്ത 2 കോമാളികള്, അവരെയാണോ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അതിഥികൾക്ക് മുമ്പിൽ നിർത്തേണ്ടത്? പാചകവേഷത്തിൽ വന്നവരെ കൊണ്ട് വിളക്ക് കത്തിക്കാൻ ഇത് പ്രകാശം നടത്തുന്ന പെരുവഴിയിലുള്ള അൽക്കുലത്ത് തട്ടുകടയല്ല. ആഹാ, ഏത് വേഷത്തിൽ വന്നാലും അച്ഛനും അമ്മയും തന്നെയാ. അത് മറക്കരുത്. ഗുരുത്വം ഉണ്ടായാലേ പുതിയ വീട്ടിന് വിളക്കം ഉണ്ടാകൂ. വിളിക്കാം. വീടിനെ തകർത്ത് അസ്ഥിവാരം തോണ്ടാമെന്ന നാശങ്ങള്. പ്രകാശേട്ടാ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ചന്ദ്രു, എന്താ മാധവേട്ട? ഈ വീട് ആരുടേതാണെന്ന് നീ അന്വേഷിച്ചില്ലേ? ആ, ഉടമസ്ഥനെ എനിക്ക് മനസ്സിലായി. ആരാ? ഈ വീടിന്റെ ഉടമസ്ഥനെ നമ്മുടെ മോൻ പ്രകാശനാ. നമ്മുടെ മോൻ പ്രകാശന്റെ വീട് പാലുകാച്ച നടക്കാൻ പോകുന്നത്. നമ്മുടെ മോൻ പ്രകാശനോ? ആ, പ്രകാശന്റെ വീടാണോ ഇത്? അതെ. ഗ്രഹനാഥനോട് ഭക്ഷണം വിളമ്പാനുള്ള അനുവാദം ചോദിക്കാൻ പോയതാ. പുറംതിരിഞ്ഞു നിൽക്കുന്നയാളാണ് ഗ്രഹനാഥനെന്ന് ഒരു സ്ത്രീ പറഞ്ഞു. പുറകെ ചെന്ന് സാറെന്ന് വിളിച്ചപ്പോഴോ തിരിഞ്ഞു നോക്കിയത് നമ്മുടെ മോൻ പ്രകാശൻ. പാലുകാച്ചലിന്റെ തീയതി സമയം ഒന്നും അറിയാതെ ദൈവം നമ്മൾ ഇവിടെ എത്തിച്ചു. ദേവി ഭഗവതി, നിനക്ക് നന്ദി. പക്ഷേ നമ്മൾ ഇവിടെ വന്നതില് പ്രകാശന് ഒരു താല്പര്യവും ഇല്ലാത്ത പോലെ. ഒരു സന്തോഷവും അവന്റെ മുഖത്ത് കണ്ടില്ല. മാധവേട്ടൻ അതൊന്നും ശ്രദ്ധിക്കണ്ട. നമ്മുടെ മകനുണ്ടായ നേട്ടം അതോർത്ത് നമുക്കും അഭിമാനിക്കാം മാധവേട്ട. നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം മാധവേട്ട. ആയിക്കോട്ടെ, എല്ലാം നിന്റെ ഇഷ്ടം. പ്രകാശേട്ടൻ ഇപ്പൊ എടുക്കുന്ന ഈ തീരുമാനത്തെക്കുറിച്ച് ശേഷിക്കുന്ന ആയുസ് മുഴുവൻ ഉരുക്കി ജീവിക്കേണ്ടി വരും. നീ എന്നെ പ്രാവുകയാണോ? നിന്റെ ഒന്നും പ്രാക്കേ ഈ പ്രകാശന് ഏൽക്കില്ലടി. അതെനിക്കറിയാം. അല്ലെങ്കിൽ എന്നെ ഏറ്റേനെ. പ്രകാശേട്ടാ, ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ, എന്നാലും ഒരിക്കൽ കൂടി പറയാ. ജനിപ്പിച്ച അച്ഛനെയും അമ്മയും വേദനിപ്പിച്ചുകൊണ്ട് ഈ വീട്ടിൽ കയറി താമസിക്കാം. പക്ഷേ ഒരു ദിവസം പോലും നിങ്ങൾക്ക് മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. മാനത്തെ കൊട്ട